ഇപ്പോൾ ചോറ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കാലറി കുറവായിരിക്കും. ഫ്രീസറിലോ ഫ്രിഡ്ജിൽ നമ്മൾ മീൽ പ്രപ്പ് ചെയ്യണതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാം. മലയാളികളുടെ ഒരു ആഹാരത്തെ പറ്റിയുള്ള കൺസെപ്റ്റിൽ തന്നെ വേറൊരു കാര്യമാണ്, അതായത് നമുക്കെല്ലാം ഫ്രഷ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ കഴിക്കുന്നു. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ആൾക്കാർ കുറച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ കുറെ കൂടെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി പ്രോസസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെതിരായിട്ടുള്ളവരും ഉണ്ട്, അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ട്. ഏത് സൈഡില്ല മിഖിൽ? ഇത് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നണില്ല. ആൾക്കാർ പറയണത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്, അങ്ങനെയൊന്നുമില്ല. രണ്ടും കണക്ക് തന്നെയാണ്. നമ്മൾ മീൽ പ്രപ്പ് ചെയ്യണതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാം. ഇതിൽ മീൽ പ്രപ്പ് ചെയ്യണത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് ആ സമയമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സമയത്തിനാണ് വില. നമ്മൾ ജോലിക്ക് പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ പഠിക്കാൻ പോവുക, തിരിച്ചു വരിക, ജോലിക്ക് പോവുക വീണ്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്ക് ചെയ്യാനോ പ്രപ്പ് ചെയ്യാനോ സമയമില്ല. അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടുന്ന ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പ്രപ്പ് ചെയ്ത് വെക്കുക. സവാള അരിയുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഡൈസ് ചെയ്ത് ഫ്രീസർ ക്യൂബുകളാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഒരു കറിക്ക് ഒരു ക്യൂബ് ഇടുക, പരിപാടി തീർന്നു. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇവിടെയുള്ള പിള്ളേർക്കും ഒക്കെ നല്ലതാണ്. അതിന് വലിയൊരു ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു കുഴപ്പമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സെയിം ടേസ്റ്റും സെയിം ഫ്ലേവറും സെയിം ക്വാളിറ്റി ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ചോറ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കാലറി കുറവായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് കൂളാക്കിയിട്ട് അപ്പം അതിന്റെ സ്റ്റാർച്ച് ഒക്കെ പൊക്കോളും. ഇപ്പൊ നമ്മള് ചൂടോട് കൂടി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാർച്ചി ആയിരിക്കും ചോറിൽ. എനിക്കറിയാൻ പാടില്ല, ഞാനിപ്പോൾ ഒരു റീലിലൊക്കെ റീല് മാത്രമല്ല അല്ലാണ്ടും കുറെ സയന്റിഫിക് സ്റ്റഡികളൊക്കെ നടത്തിയിട്ടുണ്ട്. കൊറിയക്കാരും ഒക്കെ ഇവര് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതേപോലെ ഈ ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ, ഇവര് തലേ ദിവസത്തെ റൈസ് വെച്ചിട്ടാണ് അവര് അടിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഇല്ല, അപ്പൊ ഒട്ടിപ്പിടിക്കൽ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല, കാലറിയും കുറവായിരിക്കും. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കണ ഹെൽത്തി കുട്ടന്മാർക്ക് നല്ലതായിരിക്കും.